ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഒരു വലിയൊരു കോവിഡിൻ്റെ കാലമൊക്കെ കഴിഞ്ഞ് അടുത്ത വിഷുക്കാലം എത്തിയിരിക്കുകയാണ് അല്ലേ. എല്ലാവർക്കും വിഷു ആശംസകൾ. അപ്പോൾ വിഷു ഒക്കെ ആയിട്ട് ഞാൻ വിചാരിച്ചു ഒരു പായസം ആയിക്കോട്ടെ എന്ന്. ഇന്ന് ഞാൻ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ. അമ്പലങ്ങളിലൊക്കെ തയ്യാറാക്കുന്ന കടും പായസം, കടുമധുര പായസം എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്ന പായസമാണ് ഇത്. കുറച്ച് ദിവസം ഇരിക്കുകയും ചെയ്യും, നല്ല ടേസ്റ്റായി വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. സദ്യകളിൽ കുറച്ചൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കട്ടിയുള്ള ഒരു പായസമായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ പാലൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ഈ പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ബട്ടൻ്റെ അടുത്തുള്ള ഓൾ എന്നുള്ള ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ. അപ്പം നമ്മുടെ കടും പായസം ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 125 ml കപ്പിന് 1 കപ്പ് പൊടിയേരിയാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചരി പൊടിയേരിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനെ നന്നായി അങ്ങോട്ട് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 കപ്പ് 125 ml കപ്പിനല്ലേ ഇട്ടത്, അതേ കപ്പിന് ഒരു 2.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. കാരണം വെള്ളം ഇതിൽ കറക്റ്റായിരിക്കണം. വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് അത് കുഴഞ്ഞിട്ട് പിന്നെ അതിനൊരു ഒരുപാട് വേവാനും പാടില്ല. അതുകൊണ്ട് തന്നെ കുക്കറിൽ വെക്കുമ്പോൾ 1 വിസിൽ, മാക്സിമം 2 വിസിലിൽ കൂടുതൽ വരുത്തരുത്. അതും കുറച്ചൊരു ഹൈ ഫ്ലെയിമിൽ തന്നെ വരുത്താം. ഇപ്പം നമ്മുടെ അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കാണുമ്പോൾ ഓവർ കുക്ക്ഡ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഇല്ല, പക്ഷെ അങ്ങനെയൊന്നുമില്ല. കണ്ടോ, അങ്ങനെ ഒരുപാട് കട്ടയായിട്ടൊന്നുമില്ല, വിട്ടിട്ട് തന്നെ ഇരിക്കുന്നത്. ഇനി നമ്മൾ പായസം ഉണ്ടാക്കാനായിട്ട് ഒരു അടിക്കാനുള്ള പാത്രം വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് ഇട്ടതിന് ശേഷമാണ് ബാക്കി ചെയ്യുന്നത്. ഇനി വേണ്ടത് ശർക്കരയാണ്. ഒരു 1/4 കിലോ ശർക്കര പാവ് കാച്ചിട്ട് എടുക്കുക. ഞാനിത് പാവ് കുറച്ച് നേരത്തെ കാച്ചി വെച്ചുകൊണ്ട് കുറച്ച് കട്ടിയായിട്ടുണ്ട് കേട്ടോ. വളരെ ലൂസായിട്ട് കാച്ചുന്നതാണ് നല്ലത് പാവ് കാച്ചി. ആ പാവിൽ ഇരുന്നിട്ട് വേണം നമ്മുടെ ഈ അരി ബാക്കി വേവാനായിട്ട്. അങ്ങനെ ഇരുന്ന് അതിൽ വേവണം. ഇതിപ്പോൾ ഞാൻ ഇവിടെ കിട്ടുന്ന ശർക്കര ഞാൻ പാവ് കാച്ചി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതൊരു തിക്കായി വരുന്നുണ്ട്, എത്ര ലൂസായി ചെയ്താലും. പക്ഷെ നോക്കിക്കോളൂ, ഇത് അതിലേക്ക് ജോയിൻ ആകുമ്പോഴേക്കും ഇത് ഫുള്ളായി വെള്ളം ആവുന്നുമുണ്ട്. കുറച്ച് ക്രിസ്റ്റലൈസ് ആവുന്ന ടൈപ്പ് ശർക്കരയാണ് എനിക്കിവിടെ കിട്ടുന്നത്. അതുകൊണ്ടാണ് അത് കട്ടിയായിട്ട് ഫീൽ ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് വെള്ളം പോലെ ശർക്കരയെ പാവ് കാച്ചി അരിച്ചതിന് ശേഷം അതങ്ങനെ ഇടാം. ഒരു 1/4 കിലോളം ശർക്കര വേണം. 250 ഗ്രാം മുതൽ 300 ഗ്രാം ശർക്കര വരെ വേണ്ടി വരും. നല്ല മധുരം വേണമെന്നുള്ളവർക്ക് അതിലും കൂടുതൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതെനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ മധുരം കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം ഞാനൊരു 2 കപ്പാണ് ഒഴിച്ചു കൊടുത്തത്. ഇത് എഗെയിൻ ഞാൻ 1 കപ്പും കൂടി ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഒരു 3 കപ്പോളം ഞാൻ കട്ടിയുള്ള ശർക്കരപ്പാവാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ 250 മുതൽ 300 ഗ്രാം വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഇത് നന്നായി ഇതിൽ കിടന്നങ്ങോട്ട് കുറുകി വരണം കേട്ടോ. ഈ അരി നമുക്ക് നോക്കുമ്പോൾ കഴിക്കുമ്പോൾ ഒട്ടും തന്നെ ഇങ്ങനെ സോഫ്റ്റായി പോകാൻ പാടില്ല. ഈ പായസത്തിൻ്റെ അരി അത് അതിൽ കിടന്ന് അതിനൊരു ടേസ്റ്റ് ഉണ്ടാവും. ഈ അരവണ പായസമൊക്കെ കഴിക്കുന്ന മാതിരി കുറുക്കിയെടുക്കാം നമുക്ക്. 1 ടീസ്പൂണോളം നമുക്കിതിനെ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. നെയ്യ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. നെയ്യിൻ്റെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതിലാകെ ഒരു 2 ടീസ്പൂണോളം നെയ്യ് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. അത് ഇടയ്ക്കിടയ്ക്കായിട്ട് കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അതിലിരുന്ന് നന്നായി കുറുകി അങ്ങോട്ട് വേവട്ടെ. ഇത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റായി വരിക. അപ്പോൾ അടിക്കാനുള്ള പാത്രമാണെങ്കിൽ നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അടി കരിയാതിരിക്കാൻ സൂക്ഷിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ പായസത്തിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ കറക്റ്റായിട്ടുണ്ട്. ആ അരിയിലേക്ക് നന്നായിട്ട് ആ ചോറിലേക്ക് നമ്മുടെ ഈ മധുരമൊക്കെ ഇറങ്ങി നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാ ഓഫ് ചെയ്യാറായിട്ടോ. അത്രയും തിക്കായി കണ്ടോ. ഇതിനേക്കാൾ തിന്നായിട്ടുള്ള പരുവത്തിലാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അതിനേക്കാൾ തിന്നായിട്ട് തന്നെ നിർത്താം. ഇപ്പോൾ ഞാൻ ഇത്തിരി കട്ടിയായിട്ട് കുറച്ച് സ്ഥിതിക്കാണ് വയ്ക്കുന്നത്. ഇനി ഒരു 4-5 ഏലക്കായ് പൊടിച്ചെടുത്തതാണ്, അതും കൂടി ഇട്ടിട്ടുണ്ട്. പഞ്ചസാര ഒന്നും ചേർത്തി പൊടിച്ചതല്ല കേട്ടോ. സാധാരണയായിട്ട് നമ്മുടെ അതിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി നെയ്യിൽ വറുത്തിടണം. അതിനായിട്ട് കുറച്ച് നെയ്യിട്ട് കൊടുക്കാം. നെയ്യൊന്ന് ചൂടായി വരുമ്പോൾ ഞാനൊരു 1/4 കപ്പോളം തേങ്ങാക്കൊത്തിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര ഇടാട്ടോ. ഇപ്പോൾ അതിൽ പഴമൊന്നും നമ്മൾ സാധാരണയായിട്ട് കടും പായസത്തിലില്ല. കാരണം കടുമധുര പായസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ഇരിക്കുന്ന പോലെ നല്ല മധുരത്തിലാണ് കടുമധുര പായസം എപ്പോഴും ഉണ്ടാവേണ്ടത്. ഇതാ നമ്മുടെ തേങ്ങാക്കൊത്ത് നന്നായി ഒന്ന് വറുത്ത് കിട്ടണം, കരിയരുത്. കാരണം ഇതും കുറച്ച് ദിവസം ഇരിക്കുന്നതുകൊണ്ട് തന്നെ നന്നായി വറുത്താൽ മാത്രമേ അത് കേടുവരാതെ ഇരിക്കുകയുമുള്ളൂ. കണ്ടോ, നല്ല ഗോൾഡൻ കളറിൽ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ ആ പായസത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ
കടുംമധുരം പായസം റെഡി. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേമാതിരി കുറച്ച് മുന്തിരി വേണമെങ്കിൽ ഇടാം, അല്ല എങ്കിൽ അണ്ടിപ്പരിപ്പ് വേണം എന്നുള്ളവർക്കിടാം. സാധാരണ അമ്പലത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും ഇടാറില്ല, നമ്മുടെ ഇത് മാത്രമാണ് ഇടാറ്, തേങ്ങാക്കൊത്ത്. അപ്പോൾ ഇതാ എല്ലാം റെഡിയായി നമ്മുടെ അടിപൊളിയായിട്ട് കടുംമധുര പായസത്തിൽ ഇതാ ഞാൻ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ആ പായസം ഒന്ന് ടേസ്റ്റ് ചെയ്തും കൂടി കാണിക്കാമെന്ന്. ഇത് കണ്ടോ, നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി പായസമാണ് കേട്ടോ. അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്തും കൂടി നോക്കട്ടെ. ആ അരിയൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ട് നല്ല നല്ല കടും മധുരം പായസം തന്നെയാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കടുംമധുര പായസം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.